എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലം, അതായത് ഏപ്രിൽ 2025 മുതൽ 26 വരെയുള്ള ഒരു വർഷക്കാലത്തെ വിഷുഫലമാണ് പറയുന്നത്. Death card, 10 of Swords, 6 of Pentacles, 8 of Pentacles, 7 of Swords, King of Cups. Death and 7 of Swords energy connections ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടാണ്. ഈ വരുന്ന ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങളുടെ സമയമാണ്. പല മേഖലകളിലും, ജീവിതത്തിൽ പല മേഖലകളിലുമുള്ള മാറ്റങ്ങൾ, സാമ്പത്തികവും മാനസികവുമായിട്ട്, ശാരീരികവുമായിട്ടുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ, അപ്പോൾ എല്ലാ മേഖലകളിലും ഒന്നോ രണ്ടോ തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ആങ്സൈറ്റി നിലനിൽക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വർഷക്കാലം. അപ്പോൾ ഈ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് രീതിയിൽ എടുക്കേണ്ട കാര്യമല്ല. കാരണം എപ്പോഴും ഒരു ഉത്കണ്ഠയും ഇനി എന്താണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആകാംക്ഷ ഉണ്ടാവും. പക്ഷേ മനസ്സ്, നിങ്ങളുടെ സെൽഫ് കൺട്രോൾ ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമാണ്. അതുണ്ടെങ്കിൽ മുന്നോട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ചേഞ്ച് വരികയാണ് എങ്കിൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ എല്ലാ മേഖലയിലും ഒന്നിൽ കൂടുതൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അപ്പോൾ എല്ലാത്തിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇപ്പോൾ ജോലിയിൽ മാറ്റം വരികയാണ്, പുതിയൊരു ജോലിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ ജോലി വേറൊരിടത്താണെങ്കിൽ വീട് മാറുക, ജോലി മാറുക, നിങ്ങളുടെ അങ്ങനെ പല കാര്യങ്ങളിലും മാറ്റം ഒരേ സമയം വരുമ്പോൾ എല്ലാത്തിലും ശ്രദ്ധിക്കേണ്ടി വരുന്ന സമയം ഉണ്ടാവും. പക്ഷെ അത് പലപ്പോഴായിട്ടായിരിക്കും വരുന്നത്. എല്ലാ കാര്യവും ഒരുമിച്ചായിരിക്കില്ല. ചിലപ്പോൾ 2 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ വരുന്നത് ഒരു വർഷ കാലയളവിനുള്ളിലായതുകൊണ്ട് നിങ്ങളൊന്ന് സംയമനം പാലിക്കുക. സെൽഫ് കൺട്രോളോട് കൂടിയിട്ട് നീങ്ങിയാൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമെടുത്ത് മുന്നോട്ടേക്ക് പോവാം. ഒത്തിരി സാധ്യതകളുണ്ട്. പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, ജീവിതത്തിലേക്ക് തന്നെ പുതിയൊരു വെളിച്ചം വീശുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം, അതേപോലെ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ, പ്രത്യയശാസ്ത്രത്തിലൊക്കെ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. പുതിയൊരു അവയർനെസ് ജീവിതത്തിൽ വരികയാണ്. ഒരു സിംബോളിക് ഡെത്ത് എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് സിംബോളിക്കായിട്ടൊരു മരണം, അതായത് പുതിയൊരു ജീവിതം, ഒരു റീബർത്ത് എന്നുള്ള രീതിയിലുള്ളൊരു അത് മൊത്തത്തിലിപ്പോൾ മാറ്റമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവെ നിങ്ങൾ വളരെ ആളുകളോട് പെട്ടെന്ന് ക്ഷമിക്കുന്ന ഒരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ സ്വഭാവക്കാരിയാണെങ്കിൽ, അങ്ങനെ എല്ലാവരോടും ക്ഷമിക്കുക. നമ്മൾ പറയുമല്ലോ, ക്ഷമിക്കുന്നവൻ വലിയവനാണെന്നൊക്കെ ഉള്ളത്. ക്ഷമിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഫൊഗീവ്. പക്ഷെ അതൊരിക്കലും മറക്കരുത്. ക്ഷമ എന്ന് പറയുന്നതുകൊണ്ട് പലരും ഉദ്ദേശിക്കുന്നത് നമ്മൾ അവരോട് ക്ഷമിച്ചു എന്നാണ്. ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയതുപോലെ ആവുമെന്നുള്ളതാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ആ തെറ്റ് ക്ഷമിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ തെറ്റ് ക്ഷമിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവരുടെ കൂടെ പഴയ പോലെ ഇരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. കാരണം അവർ ചെയ്ത തെറ്റ് ക്ഷമിച്ചാൽ ആ തെറ്റ് മാത്രമാണ് നിങ്ങൾ ക്ഷമിച്ചിട്ടുള്ളത്. പക്ഷെ അവർ ചെയ്ത ചതി, വഞ്ചന നിങ്ങൾ മറന്നിട്ടില്ല. അത് ക്ഷമിക്കുകയാണ് ചെയ്തത്. അത് മറന്നിട്ടില്ലാതിരിക്കുമ്പോൾ വീണ്ടും ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയൊരു വ്യക്തി തിരിച്ചു വന്ന് മാപ്പ് പറയുകയാണെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കാം. പക്ഷേ മാപ്പ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതും നിങ്ങൾക്ക് തീരുമാനിക്കാം. മാപ്പ് കൊടുക്കാത്തത് കൊണ്ട് നിങ്ങൾ ചെറുതായി പോയി ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മാപ്പ് കൊടുക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സമാധാനമെങ്കിൽ അങ്ങനെ. അതല്ല, മാപ്പ് കൊടുക്കുകയാണെങ്കിലും ആ വ്യക്തിയോട് ക്ഷമിച്ചു എന്നാൽ അതിനർത്ഥം വീണ്ടും ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ വീണ്ടും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഒരിക്കൽ നഷ്ടപ്പെട്ട വിശ്വാസം പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ സെക്കൻഡ് ചാൻസസ് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ എവിടെയാണ് സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നതെന്നുള്ളത് ചിന്തിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി പക്വതയുണ്ട്, ബുദ്ധി കൂർമ്മത നിങ്ങൾക്ക് ഉണ്ടാവുന്നു. അതായത് കാര്യകാരണങ്ങൾ സഹിതം എവിടെ എന്ത് പ്രവർത്തിക്കണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ വരികയാണ്.
അതേപോലെ തന്നെ 10 ഓഫ് സോഡ്സ് ആൻഡ് 8 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ ആളുകളെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. അതുപോലെ തന്നെയാണ് ജോലി സംബന്ധമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, ബിസിനസ് സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് എങ്കിൽ അതിനനുസരിച്ച് ആളും തരവും നോക്കിയിട്ട് നിൽക്കാം. ഇനി അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു എൻഡിങ് ഫേസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ്, ചില ബന്ധങ്ങൾ അവിടെ ഒരു പര്യവസാനമായിരിക്കും ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല ബന്ധങ്ങളും അവസാനിക്കുന്നൊരു സമയമാണ്. അത് പലപ്പോഴും ആ ബന്ധം അവസാനിക്കുമ്പോൾ കുറച്ച് സങ്കടം ഒക്കെ ഫീൽ ചെയ്യുന്നത്, അത് പെയിൻഫുൾ എൻഡിങ് ആയിരിക്കാം. പക്ഷേ ആ ഒരു പെയിൻ, ആ ഒരു സങ്കടം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കാണ്. അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പതുക്കെ മുന്നോട്ടേക്ക് പോവാം. ഒരു 1-2 മാസം, അതിൽ 3 മാസം മാക്സിമം. അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തിരിച്ചു പിടിക്കുക, ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ നിങ്ങൾ പഴയ ജീവിതത്തിൽ, ഒരു 3 മാസം മുമ്പുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് കൂടി ആയിരിക്കും നിങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. പക്ഷേ ആ വ്യക്തിയോട് കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനമില്ലെങ്കിൽ, പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് മാറുമ്പോൾ സങ്കടം വരുന്നു, കാരണം ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചു പോയതുകൊണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അവിടെ നിന്ന് മാറുമ്പോഴാണ് മനസ്സമാധാനമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആ ജീവിതത്തിനൊത്ത് മുന്നോട്ടേക്ക് പോവുക, സ്റ്റക്കായി നിൽക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഒരു വർഷത്തിൽ. അപ്പോൾ പല ബന്ധങ്ങൾ, അതായത് ബന്ധങ്ങൾ എങ്ങനത്തെ ബന്ധങ്ങളാണ് അതിനനുസരിച്ചിട്ട് മാറ്റം വരുന്നു. ഇപ്പോൾ നല്ല ബന്ധങ്ങൾ, നല്ല സൗഹൃദങ്ങൾ ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. നെഗറ്റീവായിട്ടുള്ള പല ബന്ധങ്ങൾ അതിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടകലെയാണ്. ഇപ്പോൾ ഇത് ഡിവോഴ്സിന്, നല്ല ബന്ധങ്ങളല്ലാതെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സമാധാനക്കേട് മാത്രം, സാമ്പത്തികവും ശാരീരികവും മാനസികവുമായിട്ട് തകർക്കുന്ന ബന്ധങ്ങളാവും. കാരണം ചില ആളുകളുടെ സ്വത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നുണ്ടാവും, ഫാമിലി ശമ്പളത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നുണ്ടാവും, മാനസികമായിട്ടുള്ള തൃപ്തി, അതായത് അവർ കൂടെ നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉള്ളത് കൊണ്ട് നിൽക്കുന്നവരായിരിക്കാം. ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാതെ അങ്ങനെയുള്ള നെഗറ്റീവ് ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാകുകയാണ്. നെഗറ്റീവായിട്ടുള്ള ജോലി സ്ഥലത്താണ് നിങ്ങളെങ്കിൽ അവിടെ നിന്ന് ഒഴിവാകുകയാണ്. കാരണം ടോക്സിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയൺമെൻറ്റിൽ നിന്ന് പോവുക, പല കാരണങ്ങൾ കൊണ്ട് പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പുതിയൊരു ജോലിയിലേക്ക് കയറി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യുക എന്നുള്ള മെസ്സേജാണ്. ചില ആളുകൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നുണ്ടാവും, കാരണം മറ്റൊരാളുടെ കീഴിൽ നിന്ന് മടുത്തു എന്നുള്ള രീതിയിൽ ആ ഒരു ചിന്തയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ 10 ഓഫ് സോഡ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. പ്രായമായിട്ടുള്ള ചില ആളുകൾ അതായത് റിട്ടയർ ആയതിനു ശേഷം നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. കുറച്ചുകൂടി നേരത്തെ ആവാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ മാത്രമാണ്. കാരണം ഒരു പ്രായത്തിൽ നിങ്ങൾ ആയ കാലത്ത് മുഴുവൻ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്തു, പക്ഷേ ബിസിനസ് നിങ്ങൾക്ക് പറ്റുമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴായിരിക്കും. ലേറ്റായി പോയെങ്കിലും ഇപ്പോഴും സമയമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ചധികം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് പലർക്കും. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് മക്കളൊക്കെ വലുതായി, അവരുടെ കാര്യം നോക്കി പോയി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം കിട്ടുന്നതായിരിക്കാം. ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ബന്ധം എങ്ങനെയാണോ, ബന്ധത്തിൻ്റെ ഇടയിൽ എന്തായിരുന്നു നിങ്ങളെ തമ്മിൽ അകറ്റുന്നത്, അതും അകന്നു പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആ ബന്ധം തന്നെ മൊത്തത്തിൽ വഷളാണെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ അകന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടൊഴിയും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ 6 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 7 ഓഫ് സോഡ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ, സമൂഹത്തിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എന്തെങ്കിലും സംഘടനയുടെ മറ്റു ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നോക്കി കണ്ടൊക്കെ ചെയ്യുക. ചെറിയ രീതിയിൽ വളരെ ലോ ഇതിൽ നിൽക്കുന്ന തരത്തിൽ, അതായത് വലിയ അഗ്രസീവ് ഒന്നും അല്ലാത്ത പോസിറ്റീവ് വൈബോട് കൂടി കൊണ്ടു നടക്കുന്ന സംഘടനയുടെ ഭാഗമാവും. പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം ഈ ഒരു വർഷം പ്രത്യേകിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുക. അഥവാ നിങ്ങൾ അങ്ങനെ എന്തിൻ്റെങ്കിലും ഭാഗമാണെങ്കിൽ ആരെത്ര നിർബന്ധിച്ചാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകാതിരിക്കുക. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ലോൺ കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നവർക്ക് സാധ്യതയുണ്ട്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലോൺ എടുക്കുന്നതോ വീട് വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ലോണിനുള്ള അവസരം കാണിക്കുന്നുണ്ട്. കൊടുക്കൽ വാങ്ങൽ, സാമ്പത്തിക ഇടപാടുകൾ ഒത്തിരി കാണിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ കാണിക്കുന്നു. അത് നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലോണൊക്കെ ലഭിക്കുന്ന സാഹചര്യം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കിട്ടുന്നതാവാം, അതായത് അതർ പീപ്പിൾസ് മണി എന്നുള്ള രീതിയിൽ ആണെങ്കിലും മറ്റൊരാൾ കൊണ്ട് തരുന്നതാണെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു തരുന്നതും ആവാം ചില ആളുകൾ. അതായത് നിങ്ങൾ ആർക്കെങ്കിലും കടമായിട്ട് കൊടുത്തതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജാമ്യം നിന്നിട്ട് പൈസ അടയ്ക്കാത്ത ചില ആൾക്കാർ തിരിച്ച് പൈസ അടയ്ക്കുന്നതായിരിക്കാം. അവരുടെ അന്നത്തെ സാഹചര്യം കൊണ്ട് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ആവാം.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല വഴികളിലൂടെ സമ്പത്തും നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.